ഹായ് ഗായ്സ്, മേജോ FK ഇന്ന് തെരണ്ടി കറി വെക്കാം. പുളി 2 കഷ്ണം വെള്ളത്തിലിട്ട് വെച്ച് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചിരണ്ടി അതെടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചു. തേങ്ങ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഫ്രൈ പാനിലിട്ടിട്ട് തേങ്ങ ഇതേപോലെ നല്ലോണം മൂപ്പിച്ചെടുക്കണം, ബ്രൗൺ കളർ ആക്കി എടുക്കണം. അപ്പം അതിൽ വേണ്ടത് 3 പച്ചമുളക്, 3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 കുഞ്ഞു സവാള, കാശ്മീരി ചില്ലി 4 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, ഇത്തിരി ഗരം മസാല, 1 നുള്ള് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 6 സ്പൂണ്. ഇതെല്ലാം തേങ്ങയിലിട്ട് മൂപ്പിച്ചെടുക്കണം. ചുമന്നുള്ളി 6-8 ഇട്ടതായിരിക്കും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തെരണ്ടി വെട്ടി പീസാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അടപ്പത്തേറ്റി പുഴുങ്ങാൻ വെക്കണമായിരുന്നു. അപ്പോൾ 1 സ്പൂൺ ഉപ്പിട്ടിട്ട് തെരണ്ടി പുഴുങ്ങണം. അപ്പോൾ പുളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കണം. ഇതേപോലെ നല്ലോണം തിളച്ച് നല്ലോണം വെന്ത് സെറ്റപ്പായി വരും. ഇതേപോലെ ഒന്ന് ഇളക്കി അപ്പോഴേക്കും നമ്മുടെ മൂപ്പിച്ച് വെച്ചേക്കണ തേങ്ങയും ഇതെല്ലാം കൂടെ അടിച്ചിങ്ങനെ എടുക്കണം. ഇതേപോലെ അടിച്ച് എടുക്കണം. അടിച്ചെടുത്ത് നമ്മുടെ മീൻ ഇപ്പോൾ അപ്പോഴേക്കും മീനൊന്ന് വെന്തിട്ടുണ്ടാവും. ആ മീൻ വെന്താണെന്ന് നോക്കണം. മീൻ വെന്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. മിക്സിയിലടിച്ച അരപ്പ് അതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇതേപോലെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് അടപ്പ് കത്തിച്ച് ഒരു ചെറിയ പാത്രം വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. കടുക് അപ്പോൾ ഇതേപോലെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇത്തിരി കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആ കടുക് നല്ലോണം പൊട്ടട്ടെ. കടുക് നല്ലോണം പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 2-3 ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരിത്തിരി നമ്മുടെ എന്തായാലും പറയാം ചെറിയൊരു സ്പൂണ് ഉലുവയും കൂടി ഇട്ടിട്ട് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. കറി സംഭവം വറുത്തരച്ച് വെച്ചത് സെറ്റപ്പായിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ.